ഫ്ളാറ്റിന് പ്രത്യേകം തണ്ടപ്പേരും ഭൂനികുതിയും ഏർപ്പെടുത്തി റവന്യൂ വകുപ്പ്. ഇനി മുതൽ പ്രത്യേക സർവേ നമ്പറും തണ്ടപ്പേരും ഫ്ളാറ്റുകൾക്കും ഉണ്ടാകും. ഇതോടെ ഫ്ളാറ്റ് ഉടമകൾക്ക് തങ്ങളുടെ ഭൂമിയിൽ രേഖാമൂലം അവകാശം ലഭിക്കും. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അർജുൻ, ഈ ഉത്തരവ് എല്ലാ ഫ്ളാറ്റ് ഉടമകൾക്കും ബാധകമാകുമോ? എന്താണ് നമുക്ക് ഈ റവന്യൂ വകുപ്പിന്റെ ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്നത്? ലക്ഷ്മി, ഫ്ളാറ്റ് വാങ്ങുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉത്തരവാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് റവന്യൂ വകുപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. നിലവിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ പേരിലായിരിക്കും തണ്ടപ്പേരും നികുതി അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അത് ഇനി ഫ്ളാറ്റ് ഉടമകൾ ആരാണോ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നത് ആ ഉടമയ്ക്ക് തണ്ടപ്പേര് അനുവദിച്ചു നൽകുന്ന തരത്തിലാണ് റവന്യൂ വകുപ്പിന്റെ ഇപ്പോഴത്തെ ഉത്തരവ്. അത് പ്രകാരം ആ ഫ്ളാറ്റിന് പ്രത്യേകമായ സർവേ നമ്പർ ലഭിക്കും. അവർക്ക് പ്രത്യേകമായി തന്നെ നികുതി അടയ്ക്കാനും കഴിയുന്ന തരത്തിലാണ് ഉത്തരവുള്ളത്. നിലവിൽ അങ്ങനെയായിരുന്നില്ല. നിലവിൽ ആ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉടമയോ അല്ലെങ്കിൽ ആ ഫ്ളാറ്റ് റെസിഡൻസ് അസോസിയേഷനോ ആയിരുന്നു ഈ നികുതി അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വന്നിരുന്നത്. അത് റവന്യൂ അവകാശപ്രകാരം റവന്യൂ അവകാശം ഇപ്പോൾ ഫ്ളാറ്റ് ഉടമകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നിലവിൽ അത്തരത്തിലുള്ള അവകാശമുണ്ടെങ്കിലും റവന്യൂ രേഖ പ്രകാരമുള്ള അവകാശമായി അത് കണക്കിലെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഉത്തരവ് വരുന്നതോടുകൂടി അവർക്ക് സ്വന്തമായി തണ്ടപ്പേരും നികുതി അടയ്ക്കാനുള്ള അവകാശവും ലഭിക്കുകയാണ്. ആ ഫ്ളാറ്റ് ഉള്ള സ്ഥലത്ത് ആ ഫ്ളാറ്റ് ഭൂമിക്ക് അവർ അവകാശപ്പെടുന്നു എന്നുള്ളതാണ് ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായും പറയേണ്ടത്. ഇത് ഈ ഫ്ളാറ്റ് വിൽക്കാനും ലോൺ എടുക്കാനും ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ ഈ ഫ്ളാറ്റ് ഉടമകളെ സഹായിക്കുന്നു എന്നുള്ളതും ഈ ഉത്തരവിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. 2023 ഇത് സംബന്ധിച്ചിട്ടുള്ള ശുപാർശ ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയത്. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച പഠനം റവന്യൂ വകുപ്പ് നടത്തി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. അർജുൻ രാജ്, തിരുവനന്തപുരത്ത് നിന്ന്.